ഞങ്ങളുടെ കർത്താവായ യഹോവേ, തിരുനാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അവിടുന്ന് ആകാശത്തിൽ അവിടുത്തെ തേജസ് വച്ചിരിക്കുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ സന്തോഷത്തോടെ ആനന്ദം കണ്ടെത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സ്ഥിതി മാറ്റുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവും ലഭ്യമാകും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധ ദിവസത്തിൽ അവിടുത്തെ തിരുവാലയത്തിൽ കൂടി വരുവാൻ അവിടുന്ന് കൃപ നൽകിയല്ലോ. തുടർന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിലൂടെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും പെന്തക്കോസ്തിന്റെയും ജീവിതാനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിപ്പാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ തിരുനാമ മഹത്വത്തിനായി നമുക്ക് എല്ലാവർക്കും നിൽക്കുമ്പോൾ 23-ാമത്തെ പാട്ട് ചേർന്ന് ആലപിക്കാം. 23-ാമത്തെ പാട്ട്. Thank you.
നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. 111 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി സ്തോത്രത്തോടെ ഉപയോഗിക്കാം. 111 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവർക്കെയും ശോധന ചെയ്യേണ്ടിയുമാകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജനതകളുടെ അവകാശം സ്വതന്ത്രത്തിന് കൊടുത്തതിനും തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വേണ്ടി അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നമുക്ക് നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ഉണർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് പറയാം. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഉണർന്ന് പാപസ്വീകാര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. 9-ാം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് അതിനായി ഉപയോഗിക്കാം. 9-ാം പുറം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അവിടുത്തെ വഴിയിൽ നിന്ന് തെറ്റിച്ചിനിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ഞങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവെ, ഞങ്ങളോട് കരുണ ഉണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടുകൂടി അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനയിച്ച് ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണം. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. അവിടുന്ന് നമ്മുടെ പാവങ്ങൾക്കൊത്തോണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ്, പാവമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഉണരാം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാനല്ലാതെ മറ്റൊന്നും നമുക്ക് കഴിയില്ല. അതിനാൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിത അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കുചേരാം. 17-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നു എന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്ന് വിശ്വസിപ്പാൻ കൃപയറിയണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ
അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് തിരുവചന പാഠഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 37 മുതൽ 43 വരെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 37 മുതൽ 43 വരെ. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രൈമിൻ ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. അവരെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തവൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തവൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 1 മുതൽ 16 വരെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 1 മുതൽ 16 വരെ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതെയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അരിന്ത്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറം നിന്നുന്നു. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി ഒന്നോ അല്ല, ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരൊക്കെയും അങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കാം. വിശുദ്ധ സുവിശേഷം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്ന അവനോട്, ഗുരു,
നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കിടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ, വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ, പാവമോചനത്തിൽ, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ, നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാം. സർവശക്തനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ തിരുവാലയത്തിൽ കൂടി വന്ന് അങ്ങേ ആരാധിപ്പാൻ പരിമിതികളുടെ മധ്യേയും അവിടുന്ന് ഞങ്ങൾക്ക് കൃപകൾ നൽകി ഞങ്ങളെ നടത്തുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്ത് വ്യാപരിക്കുന്ന രോഗബാധയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും അതിശയകരമായ അത്ഭുതകരമായി വീണ്ടെടുത്ത് രക്ഷിച്ച ആരോഗ്യത്തോടും സന്തോഷത്തോടും അവിടുന്ന് നിലനിർത്തുന്നല്ലോ. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, ഞങ്ങളിൽ പലരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ അയൽവാസികളായി ഞങ്ങളുടെ ദേശത്തിൽ വസിക്കുന്നവരായി രോഗബാധയാൽ പ്രയാസം അനുഭവിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. അവരോട് അവിടുന്ന് മനസ്സലിയണമേ. അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. അവിടുന്ന് മാറാത്തവനായി എല്ലായ്പ്പോഴും കൂടെയുള്ള ദൈവമായി അവരോട് കൂടെ ഇരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവന്റെ ബലം, ഞങ്ങൾ ആരെ പേടിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ ധന്യതയിൽ ഞങ്ങൾ വളർന്ന് പ്രസവിപ്പാൻ ഞങ്ങളെ തുടർന്നും ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് വളരുവാനും നിലനിൽക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ച് ഇന്നയോളം നിലനിർത്തുന്നല്ലോ. സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലരും രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ പ്രയാസത്തോടും ഭാരത്തോടും കൂടി ആയിരിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള നാളെല്ലാം തിരുവാലയത്തിലേക്ക് കടന്നു വന്ന് അങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തി തിരുകൃപകൾ അനുഭവിച്ച് കടന്നു പോകുവാൻ അവിടുന്ന് കൃപ നൽകി. ഇപ്പോഴും ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ ദിവ്യമായ ആത്മാവിന്റെ ചൈതന്യം അവർ അനുഭവിപ്പാൻ അവിടുത്തെ ദിവ്യമായ ഇടപെടൽ അവരോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കായും കൗമാരപ്രായത്തിലുള്ളവർക്കായും ഞങ്ങളുടെ യുവതിവാക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് അവർക്ക് കൃപ നൽകുകയാൽ ഞങ്ങൾ ആകെ വാഴ്ത്തുന്നു. കർത്താവെ, പ്രത്യേകാൽ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായി വിദ്യാസമ്പന്നരായി ഭാവി ജീവിത നന്മകൾ അനുഭവിച്ച് ഓരോരോ ഉപജീവന മാർഗങ്ങൾ ലഭ്യമായി സമാധാനത്തോടും സന്തോഷത്തോടും ഭദ്രതയോടും ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്നതിനായിട്ട് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ യുവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നതിനായി വേണ്ടതെല്ലാം ചെയ്ത് പ്രാർത്ഥനയോടെ ജാഗരിക്കുന്ന മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും ദാനം ചെയ്യണമേ. വിദ്യാഭ്യാസത്തിന്റെ പുതിയ നന്മകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കർത്താവെ, വിവിധ തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കായിട്ട് ഒരുങ്ങുന്ന അഡ്മിഷനായി കാത്തിരിക്കുന്ന റിസൾട്ടുകളുടെ വെളിച്ചത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന, ആശങ്കയോടുകൂടെ ഇരിക്കുന്ന അനേകം ആളുകളുണ്ടല്ലോ. എല്ലാ യുവതി യുവാക്കളോടും അവിടുന്ന് മനസ്സറിഞ്ഞ് ദൈവകൃപയിൽ നയിക്കണമേ. അവരവർക്ക് ആവശ്യമായ ഓരോ അഡ്മിഷനുകൾ അവിടുന്ന് നൽകി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവ്, ഒരു ഉപജീവന മാർഗത്തിനായി കാക്ഷിക്കുന്ന ആളുകളുണ്ട്. അവരോട് മനസ്സിലായണമേ.
ഉപജീവനമാർഗവും ദൈവിക കൃപകളും അവിടുന്ന് അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ യുവ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള കുടുംബജീവിതം നയിപ്പാൻ അങ്ങയെ സ്നേഹിച്ചും അങ്ങയോട് ചേർന്നും അങ്ങയെ ആരാധിച്ചും ജീവിത നന്മകളിൽ വളർന്ന് പ്രശോഭിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്തിനായി, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, ഞങ്ങളുടെ രാജ്യത്തിനായെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സഭയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഞങ്ങളുടെ പാലേറ്റീവ് കെയറിനായി, ഞങ്ങളുടെ സുവിശേഷമതിയുടെ പ്രവർത്തനങ്ങൾക്കായി, ഞങ്ങളുടെ പോർ ഫണ്ടിലൂടെ വിവിധ തരത്തിൽ ഞങ്ങൾ സഹായിക്കുന്ന, വിവിധ തരത്തിൽ അവിടുത്തെ സന്ദേശം സ്നേഹത്തിലൂടെ അറിയിക്കുന്ന എല്ലാ ആളുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഞങ്ങളുടെ തദ്ദേശീയവും ദേശീയവുമായ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ അഭിവന്യ തിരുമനസ്മാരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഞങ്ങളുടെ മോഡറേറ്റർ തിരുമേനിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുമായി കൂട്ടായ്മയുള്ള മർത്തോമാ സഭയുടെ മോഡറേറ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പോലീത്തയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യമായ കൃപകൾ അനുഭവിച്ച് തിരുനാമത്തിൽ തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് തിരുസന്നിധിയിലേക്ക് അവിടുന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നല്ലോ. കർത്താവെ, ആ സഭയിലെ എല്ലാ ആളുകളെയും, പ്രത്യേകിച്ച് ആ കുടുംബാംഗങ്ങളെയും അവിടുത്തെ ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും പുതിയ കൃപകൾ നനയിച്ച് സഭയുടെ ശുശ്രൂഷകളെ അവിടുത്തെ ധന്യമായിരിക്കുന്ന ഇടയത്വ ശുശ്രൂഷ അവിടുന്ന് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ദൈവകൃപയുടെ ബൗദ്ധത്തിൽ വളർന്ന് പ്രസവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണം. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും പാർക്കുവാൻ കൃപ ചെയ്യണം. ഞങ്ങളുടെ സഭയുടെ ഓഡിറ്റോറിയത്തിന്റെ പണികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ ദൈവകൃപ നൽകി തുടർന്നും ഞങ്ങളെ ശക്തീകരിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ ഘട്ടപ്പണി പൂർത്തീകരിച്ച് അവിടുത്തെ നാമത്തിൽ പ്രതിഷ്ഠിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് കൃപ നൽകുന്നല്ലോ. സ്തോത്രം. ആ പ്രതിഷ്ഠാ ശുശ്രൂഷയിലും തിരുകൃപ നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും ദാനം ചെയ്യണമേ. തുടർന്നുള്ള പണികളിലും തിരുകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് ആളാമൃതിയായിട്ട് അനുഗ്രഹിച്ച് തിരുകൃപകൾ അനുഭവിച്ച് തിരുവചനം കേട്ട് ധന്യരായി ദൈവശക്തിയോടെ കടന്നു പോകാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കടത്താ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ തുടർന്നും നയിക്കട്ടെ. പ്രത്യേകാൽ നമ്മുടെ TJM ഓഡിറ്റോറിയത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാം ഘട്ട പണികൾ പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൺവീനറായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ഷിബു ജസ്റ്റിസ് ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നത്. സ്നേഹവും ബഹുമാനമുള്ള വൈദികരെ, സ്നേഹമുള്ള സഭാജനങ്ങളെ, ഏവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കാട്ടാക്കട സഭയുടെ ചിരകാല സ്വപ്നമായിരുന്ന TJM ഹാളിൻ്റെ പുനരുദ്ധാരണം വളരെ ദിവസങ്ങളായി നാം ചിന്തിച്ചു വരുന്ന ഒരു കാര്യമായിരുന്നല്ലോ. 11/8/2019 നടന്ന പൊതുയോഗത്തിൽ ഹാളിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ അതിൻ്റെ വിശദീകരണം പല എൻജിനീയേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം വിവിധ കമ്മിറ്റികൾ കൂടി ഒരു പുതിയ പ്ലാനിന് രൂപം കൊടുത്തു. അങ്ങനെ 22/1/2020 റവറൻഡ് വിൻസെൻ്റ് അച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടെ ഒന്നാം ഘട്ട പണി ആരംഭിച്ചു. പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടെ ആരംഭിച്ചതായിട്ടുള്ള ഈ പണിക്ക് നേതൃത്വം നൽകിയത്, അതിൻ്റെ പ്ലാൻ വരച്ചത് ആർക്കിടെക്ചറൽ എഞ്ചിനീയറായിരുന്ന ശ്രീ ഷൈൻരാജും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷാൻരാജും കൂടെ ചേർന്നാണ്. ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ വഹിച്ചത് ആദ്യഘട്ടത്തിൽ ശ്രീ ജോസാറും രണ്ടാമത്തെ അശ്വിൻ സാറും ചേർന്നാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ നടത്തിയത്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഡിസൈൻ ചെയ്തത് തിരുവനന്തപുരം MM ചർച്ച് മെമ്പറായ ശ്രീ മോസസ് സാറാണ്. അദ്ദേഹവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഒന്നാം ഘട്ട പണി എന്ന് പറയുമ്പോൾ സെല്ലാറും ഒരു ഗ്യാസ് അടുക്കളയും ഒരു സാധാരണ ഫയർവുഡ് ഉപയോഗിക്കാനുള്ള അടുക്കളയും ഒരു ഓപ്ഷനായിട്ട് ഒരു മൂന്നാം അടുക്കളയും, ഇത്രയും കൂടെ ചേർന്നതാണ് ഒന്നാം ഘട്ട പണി.
ഈ ഒന്നാം ഘട്ട പണിക്കായി നമ്മൾ ഡിസംബറിൽ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആരംഭിച്ചിരുന്നത്. 80 ലക്ഷം രൂപയാണ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് എമൗണ്ട് ആയിട്ട് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് 99% പണി പൂർത്തിയാക്കിക്കൊണ്ട്, ഇനി കുറച്ച് പണികളുടെ ഉണ്ട്, വർദ്ധിച്ചു വരുന്ന കല്യാണങ്ങൾക്ക് നമ്മൾ ഈ ഹാള് ഉപയോഗപ്രദമാക്കുവാൻ വേണ്ടിയിട്ട് 70 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിർത്തി ഈ ഒന്നാം ഘട്ട പണി നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പണിക്ക് നേതൃത്വം നൽകിയത് കാട്ടാക്കട സഭയിലെ അംഗമായ ശ്രീ ആൽഫ്രഡ് ചാമോള, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അഭിയാരാമം എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ പണിക്കാർ ചേർന്ന് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കുവാൻ സാധിച്ചത്. അദ്ദേഹത്തിന് ഈ സഭയുടെ പേരിലുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഈ 70 ലക്ഷം രൂപ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് നമ്മുടെ സഭാജനങ്ങളിൽ നിന്നുമാണ്. എല്ലാം അല്ല, സഭാജനങ്ങളിൽ നിന്നും സഭയുടെ വിവിധ ഫണ്ടുകളുടെ നീക്കിയിരിപ്പുകളിൽ നിന്നും ഒപ്പം നമുക്ക് ലഭിച്ചതായിട്ടുള്ള 2 ചിട്ടിയിൽ നിന്നും പിന്നെ കുറച്ച് സ്പോൺസർമാരിലൂടെയുമാണ് നമുക്ക് ഈ 70 ലക്ഷം രൂപ സമാഹരിക്കുവാൻ സാധിച്ചത്. ഇതിൽ 40 ലക്ഷം രൂപ ഇതുപോലെ കളക്ട് ചെയ്തെടുത്തതാണ്. എന്നാൽ 30 ലക്ഷം രൂപ നമ്മൾ കടമായിട്ട് നമ്മുടെ സഭാജനങ്ങൾ അഡ്വാൻസ് ചെയ്തതാണ്. അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നെ പറയുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വിവിധ സ്പോൺസർമാരെ ലഭിക്കുകയുണ്ടായി. അതിൽ ആദ്യമായിട്ട് നമുക്ക് സ്പോൺസറായിട്ട് ലഭിച്ചത് ശ്രീമതി ബേബി ടീച്ചറിനെയാണ്. ടീച്ചർ 2 ലക്ഷം രൂപ നമുക്ക് നൽകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എഡ്വിൻ വില്യം സാറ് 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞതിൽ 1 ലക്ഷം രൂപ നമുക്ക് തന്നു. ബേബി ടീച്ചർ പൂർണ്ണമായിട്ടും ആ തുക തന്നു. ശ്രീ എൻ ഗ്ലാസ്റ്റൺ നിശാന്ത് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ തന്നു. ബാക്കി ഉടനെ തന്നെ തരുന്നതാണ്. എന്നാൽ ഈ സ്പോൺസർമാരോടുകൂടെ നമ്മുടെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പണി പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ മുൻപിലുണ്ടായി. കാരണം പണി നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനമുള്ള കരുണാദേവി ടീച്ചറും അദ്ദേഹത്തിൻ്റെ മകൻ പ്രേംജിത്തും കൂടെ നമുക്ക് മിനി ഹാളിനെ സ്പോൺസർ ചെയ്തു തരാം എന്ന് സമ്മതിച്ചത്. 20 ലക്ഷം രൂപ ഈ മിനി ഹാളിന് വേണ്ടിയിട്ട് സ്പോൺസറായിട്ട് ലഭിച്ചു. ഇനി ആ ഹാള് ഡോക്ടർ ബോയൽ വില്യം മെമ്മോറിയൽ മിനി ഹാൾ എന്ന പേരിൽ ആ മിനി ഹാള് അറിയപ്പെടും. അതിൽ 15 ലക്ഷം രൂപ നമുക്ക് തന്നു. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലായിരുന്നു ഈ കാശ് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗം ഈ പണി ഇത് പൂർത്തിയാക്കുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ സ്പോൺസർ ചെയ്ത് സഹായിച്ച ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബാക്കി തുക നമുക്ക് പലരും അഡ്വാൻസ് ആയിട്ട് തന്ന് സഹായിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും അഡ്വാൻസ് ആയിട്ട് തന്ന് സഹായിച്ചത് ശ്രീ ക്രിസ്റ്റഫർ റോസ് ഗാർഡൻ 1 ലക്ഷം രൂപ, ശ്രീ രാജൻ ഗിലയാദ് 1 ലക്ഷം രൂപ, ഇവർ 2 പേർ, അതുപോലെ തന്നെ ശ്രീ ആൻസലം 20,000 രൂപ. അങ്ങനെ 2,20,000 രൂപ നമുക്ക് സ്പോൺസറായിട്ട് തന്നതിൽ ആ തുക നമ്മൾ തിരികെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ശ്രീ സ്റ്റാൻലോ ജോൺസ് ടീച്ചർ കുഴല 1,40,000 രൂപ, ശ്രീ ബ്രൈറ്റ്സിൻ ടീച്ചർ ലിസ്ബത്ത് 1,20,000 രൂപ, ശ്രീ പ്രദീപ് രത്നപ്രഭാ മന്ദിരം 2 ലക്ഷം രൂപ, ഡോക്ടർ ബിനു എൽ.എസ്. പ്രശാന്ത് 50,000 രൂപ, ശ്രീ ഡിക്സൺ രാജ് ടീച്ചർ ആരാമം 1 ലക്ഷം രൂപ, ശ്രീ വി കെ റോബർട്ട് റോം 1 ലക്ഷം രൂപ, ശ്രീ വി കെ വിൽസ്രാജ് വിജന 1 ലക്ഷം രൂപ, ശ്രീ റിബിൻ ജോൺസ് ജോയ് ഗാർഡൻസ് 1 ലക്ഷം രൂപ, ശ്രീ ജോസ് ടീച്ചർ അഭയം 1 ലക്ഷം രൂപ, ശ്രീ സ്റ്റീഫൻസൺ അക്ഷയ 1 ലക്ഷം രൂപ, ശ്രീ സുന്ദരദാസ് SS 56,000 രൂപ, ശ്രീ ഷിബു ജസ്റ്റസ് 5,60,000 രൂപ. ഇത്രയും പേർ സ്പോൺസർ ചെയ്താണ് ഈ 30,000 രൂപ കണ്ടെത്തിയത്. ഇതിലൂടെ തന്നെ ഒരു വ്യക്തി നമുക്ക് കുറച്ച് സ്വർണം പണയം വയ്ക്കുവാനായിട്ട് നൽകി. നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കായ കാനറ ബാങ്കിൽ വെച്ച് 5.5 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ഇത്രയും കൊള്ളിച്ച് ഇങ്ങനെ ഈ 30 ലക്ഷം രൂപ, പിന്നെ പള്ളിയിലെ വിവിധ ഫണ്ടുകളിൽ നിന്നും കടമായിട്ടെടുത്തത് ഉൾപ്പെടെ 30 ലക്ഷം രൂപ നമുക്കിതിൽ കടമായിട്ടുണ്ട്. മൊത്തം 70 ലക്ഷം രൂപ ആയിട്ടുണ്ട്. 40 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തു. 30 ലക്ഷം രൂപ കടമായിട്ടുണ്ട്. ഇനി 2ാം ഘട്ട പണി പൂർത്തിയാക്കണമെങ്കിൽ നമുക്കിനി 70 ലക്ഷം രൂപ കൂടെ വേണം. ഈ 70 ലക്ഷം രൂപയും ഈ 30 ലക്ഷം രൂപ കടവും ഉള്ള ഒരു പ്രോജക്റ്റാണ് ഇനി നമ്മുടെ മുൻപിൽ ഉള്ളത്. തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കണമെങ്കിൽ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഓരോരുത്തരും വാഗ്ദാനം ചെയ്ത തുക പരിപൂർണമായിട്ടും തന്നു തീർക്കുകയാണെങ്കിൽ
ഈ പണി നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പണി പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ കാശ് നിങ്ങൾ തരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, സഹായിക്കുക. കാട്ടാക്കടയുടെ ചിരകാല സ്വപ്നമാണല്ലോ ഇത്. ഒരിക്കലും കാട്ടാക്കട സഭയുടെ ഒരു പ്രോജക്റ്റും അന്യം നിന്നു പോയിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രയും പ്രതികൂലമായിട്ടുള്ള കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ എന്ന വ്യാധി നമ്മളെ പിടികൂടി. 22-ാം തീയതി ആണ് ജനുവരി മാസം 22-ാം തീയതി തുടങ്ങിയ ഈ ജോലി കൊറോണ കാരണം നിന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ ദൈവം നമ്മെ താങ്ങി അതിശയകരമായിട്ട് നമുക്കിത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ കൈതാങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് ഈ പണി മുഴുവനായിട്ട് പൂർത്തിയാക്കുന്നതിന് സാധിക്കും. ഇതിന് നേതൃത്വം നൽകിയ 2 വന്യ അച്ഛന്മാരെയും നമ്മൾ നന്ദിയോടുകൂടെ ഈ സമയം ഓർക്കുകയാണ്. പിന്നെ തന്നെ നമുക്ക് സഹായമായി നിന്ന സെക്രട്ടറി, അക്കൗണ്ടന്റ്, ഡീക്കന്മാർ, ഇതിൻ്റെ ജോയിന്റ് കൺവീനറായ ശ്രീ സ്റ്റാൻലി സാറ്, ബ്രൈറ്റ് സിംഗ് സാറ്, അക്കൗണ്ടന്റായ ബിനു സാറ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, എഞ്ചിനീയേഴ്സ്, എല്ലാവർക്കും നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിഫലം കൂടാതെ പ്ലംബിംഗ് ജോലികൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ സഭാംഗമായ സുനി ഞാറുള്ള എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് 1 രൂപ പോലും അദ്ദേഹം പ്രതിഫലമായിട്ട് വാങ്ങിയില്ല. അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹം കാശ് വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഈ സമയം ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ കമ്പിയുടെ പണികളെല്ലാം ചെയ്തത് നമ്മുടെ സഭാംഗമായ ശ്രീ സുന്ദരദാസാണ്. സുന്ദരദാസിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ധാരാളമായിട്ട് ഇതിന് വാഹനം ഓടേണ്ടതായിട്ട് വന്നു, ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോഴായിട്ട് ഇതിലെ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതെ ശ്രീ മോഹൻദാസ് ഡീക്കൻ തന്റെ സ്വന്തം വാഹനത്തിൽ സ്വന്തം ആയിട്ട് ഇന്ധനം ഒഴിച്ച് അദ്ദേഹം തന്നെ ഓടിച്ച് അദ്ദേഹം തന്നെ പലപ്പോഴും സാധനങ്ങൾ കയറ്റിയും ഇറക്കിയും നമ്മളെ സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഗ്യാസിന്റെ പണിയെല്ലാം നിർവഹിച്ചത് നമ്മുടെ സഭാംഗമായ ശ്രീ പ്രകാശാണ്. ഇതിൽ കൂടുതലും വ്യക്തികൾ നമ്മുടെ സഭാംഗങ്ങൾ തന്നെ പരിശ്രമിച്ചാണ് ഈ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ആരാധന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ ഇനാഗുറൽ ഫംഗ്ഷൻ നടക്കുകയാണ്. ഇത് കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് കുറച്ചു പേർക്ക് മാത്രമേ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഓൺലൈനായിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നത് കാണാവുന്നതാണ്. അതിന്റെ ലിങ്ക് കൃത്യം 9:30 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നത് നമ്മുടെ വിജയരാജ സാറും ശ്രീ ഗ്ലാസ്റ്റൺ സാറും കൂടെ ചേർന്നാണ്. അപ്പോൾ അവർക്കും ഉള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കാട്ടാക്കട സഭയുടെ ചിരകാല സ്വപ്നമാണ് ഈ ഓഡിറ്റോറിയം. തീർച്ചയായിട്ടും ഇത് പൂർത്തിയാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം. നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഈ മനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇരുന്ന് നടത്തണമെന്ന് നാം ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് നിറവേറുവാൻ വേണ്ടിയിട്ട് ഈ 2ാം ഘട്ട പണിക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. നമ്മുടെ കൈവശമുള്ള തുക ഈ 70 ലക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമാഹരിക്കാം. ആരും മാറി നിൽക്കാതെ പ്രാർത്ഥനയോടുകൂടെ സഹകരിച്ചാൽ ഈ ഓഡിറ്റോറിയം നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതിനുള്ളിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഫംഗ്ഷനുകൾ ഓരോന്നും സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കേട്ടതുപോലെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ പണികളിൽ ദൈവം ഇതുവരെയും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് അഹോരാത്രം പണിപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്ത ഏവരെയും, പ്രത്യേകിച്ച് ജനറൽ കൺവീനറായ മിസ്റ്റർ ഷിബു ജസ്റ്റർ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള 2 ഘട്ടങ്ങൾ ഇനിയുണ്ട്. 2ാം ഘട്ടവും 3ാം ഘട്ടവും അങ്ങനെയാണ് നാം പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് 1ാം ഘട്ടമാണ് അതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിലൂടെ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. തുടർന്നുള്ള പണികളിൽ സജീവമായി നാം സഹകരിക്കുക. 2ാം ഘട്ടത്തിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിക്കാവുന്ന നിലയിലാണ്. ഇനി അതിൻ്റെ ടെറസ് വർക്കാവുന്ന നിലയിൽ നാം എത്തിയിരിക്കുകയാണ്. തുടർന്ന് അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ തുടർന്നുള്ള പണികളും ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. ബാൽക്കണിയുടെ പണികളാണ് തുടർന്ന് വരുന്നത്. ഇതിലെല്ലാം നാം സഹകരിക്കുവാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുക. നാം വാഗ്ദാനം ചെയ്ത തുകകൾ നൽകുന്നതിന് നമ്മുടെ പരിമിതികളുടെ മധ്യ നിന്നുകൊണ്ട് എല്ലാവരും സഹകരിക്കുന്നു. തുടർന്നും ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ദേശീയവും തദ്ദേശീയവുമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നടത്തുന്നതിനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിനും ദൈവം സഹായിക്കുന്നു. പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിലും പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ നമ്മുടെ പൂർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളിലും തുടർന്നും സഹകരിക്കുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.
ചില വിവാഹ പരസ്യങ്ങളുണ്ട്. മങ്കാട് ഡിസ്ട്രിക്റ്റിൽ വിൽസ് മെമ്മോറിയൽ CSI മങ്കാട് സഭയിൽ മിസ്റ്റർ ജി കനകരാജ്, മിസ്സിസ് പ്രീത, മകൻ KP നിതിനും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ SL സതീഷ് കുമാർ, മിസ്സിസ് ഷീല ജോയ്, മകൾ അഗിത S കുമാരിയും തമ്മിലും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ VK ആൻസലം, മിസ്സിസ് JR പുഷ്പലത, മകൻ AP ഷെർവിനും, നെല്ലിക്കാക്കുഴി ഡിസ്ട്രിക്റ്റിൽ കുഴിവിള സഭയിൽ മിസ്റ്റർ M ജയകുമാർ, മിസ്സിസ് M അനിത, മകൾ JA ആനിയും തമ്മിലും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ സെന്റ് സേവിയേഴ്സ് RC മണ്ഡപത്തിൻകടവ് സഭയിൽ മിസ്റ്റർ K അർജുനൻ, മിസ്സിസ് A അംബിക, മകൻ A ശരത്തും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ S സ്റ്റീഫൻസൺ, മിസ്സിസ് C പ്രഭകുമാരി, മകൾ SP ആനിയും തമ്മിലും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹങ്ങൾ നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും തക്കതായ കാരണം തെളിയിക്കുന്നതിന് കഴിഞ്ഞാൽ ആയവരും ഇന്നു മുതൽ 3 ദിവസങ്ങൾക്കകം രേഖാമൂലം എന്നെ അറിയിക്കേണ്ടതാണ്. നമ്മുടെ സഭകളുമായി, അതായത് CSI CNI സഭകളുമായി വളരെ സജീവമായ കൂട്ടായ്മയിലുള്ള സഭയാണ് മാർത്തോമ സഭ. അതിൻ്റെ മെത്രാപ്പോലീത്തയായി ഈ നാളുകളിൽ വളരെ സജീവമായ സേവനം നിർവഹിച്ച് സഭ ഐക്യ പ്രസ്ഥാനത്തിലും നമ്മുടെ സുവിശേഷീകരണ പ്രസ്ഥാനങ്ങളിലും ഭാരതത്തിൽ ഉടനീളം നല്ല നേതൃത്വം നൽകിയിരുന്നത് ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ തിരുസഭകൾക്ക്, പ്രത്യേകിച്ച് മാർത്തോമ സഭയ്ക്ക് സമുചിതമായ നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ നമുക്ക് ഓർക്കാം. സഭ ഐക്യ പ്രസ്ഥാനത്തിൽ ഭാരതത്തിലെ സുവിശേഷീകരണത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്ന ദർശനം അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞു. മറ്റ് സഭകളുമായുള്ള നമ്മുടെ കൂട്ടായ്മയും തുടർന്നും ദൈവം നമ്മെ നടത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലിരിക്കുന്ന മാർത്തോമ സഭയിലെ സഭാ നേതൃത്വത്തെ, പട്ടക്കാരെ, ശുശ്രൂഷകരെ, കുടുംബാംഗങ്ങളെ ഏവരെയും ദൈവം തുടർന്നും അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കുകയും നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുശോചനവും നമ്മുടെ സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കാഴ്ചകളെയും നേർച്ചകളെയും ഓർത്തുകൊണ്ടും നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെ ഓർത്തുകൊണ്ടും, പ്രത്യേകിച്ച് മാർത്തോമ മെത്രാപ്പോലീത്തയായി പ്രവർത്തിച്ച ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ സേവനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ ഒരു ജനതയായി നടത്തുവാൻ അവിടുന്ന് എപ്പോഴും സന്മനസ്സായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. അതിനാൽ സ്തോത്രം ചെയ്തു. ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത എന്ന അവിടുത്തെ ദാസന്റെ ജീവിതത്തിനായി, സേവനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ തിരുസഭകളുമായി ചേർന്ന് ഭാരത സുവിശേഷീകരണത്തിൽ, സഭാഐക്യ പ്രസ്ഥാനത്തിൽ മുന്നിൽ നിൽക്കുവാൻ എളിയ മകനെ അവിടുന്ന് സഹായിച്ചല്ലോ. അദ്ദേഹത്തിലൂടെ ലഭിച്ച എല്ലാ സേവനങ്ങൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. തുടർന്നും തിരുസഭയുടെ ശുശ്രൂഷകളിൽ അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് നൽകി അവിടുത്തെ പ്രതിനിധികളെ നിയോഗിച്ച് മുന്നോട്ട് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ, നേർച്ചകളെ അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായി കാണുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നല്ലോ. കർത്താവെ, ധാരാളമായി കൊടുത്ത് ദൈവിക അനുഗ്രഹം ധാരാളമായി പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ക്ഷണിക്കുകയാൽ സ്തോത്രം. ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൻ്റെ പണികളിൽ വിവിധ തരത്തിൽ സഹകരിച്ച, അധ്വാനിച്ച, സാമ്പത്തികമായി കൈതാങ്ങിയ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള പണികളിലും തിരുകൃപ നൽകി ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ തദ്ദേശീയവും ദേശീയവുമായ സുവിശേഷ പ്രവർത്തനങ്ങളിൽ, സാധു സംരക്ഷണ പ്രവർത്തനങ്ങളിൽ, പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം തിരുകൃപ നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയിലും ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. അവിടുത്തെ അണിപ്പെടുത്തേറ്റ കരത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുങ്ങുന്ന ആളുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പിടിപ്പണ സ്തോത്രമായ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന എളിയ മകനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തോട് മനസ്സിലായണം. എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകണമേ.
യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. ആമേൻ. നമുക്ക് തിരുവചന കേൾവിക്കായി നമ്മെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. 456 പാട്ടിൻ്റെ 1 അവസാനത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. തുടർന്ന് ദൈവവചനം കേൾക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അങ്ങയോടുള്ള ബന്ധത്തിൽ അനുദിനം വളരുവാൻ ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനായി സ്തോത്രം. യവന ദിനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ആത്മീയമായ പരിപോഷണം നൽകി അങ്ങ് നിലനിർത്തുന്നതിനായും സാക്ഷ്യമുള്ള ശുശ്രൂഷകൾക്കായി അങ്ങ് നിയോഗിക്കുന്നതിനായും സ്തോത്രം. അർത്ഥവത്തായ ആത്മീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ എല്ലാ യുവ സഹോദരങ്ങളെയും അങ്ങ് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ തിരുസഭയ്ക്കും ഞങ്ങളുടെ സമൂഹത്തിനും സംതൃപ്തിയും സന്തോഷവും ദൈവിക അനുഗ്രഹങ്ങളും ലഭ്യമാകുവാൻ സഹായിക്കണമേ. വചന കേൾവിക്കായി ആഗ്രഹിച്ച് അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ ദൈവാലയത്തിലായിരുന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ ലഭ്യമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം കരയറ്റുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാവരെയും തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു.
കാട്ടാക്കട CSI സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു ദിനത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ നാം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചതായ ഹാളിൻ്റെ 1-ാം ഘട്ട പണി പൂർത്തീകരിക്കുവാൻ ദൈവം അവസരം നൽകി. പ്രാർത്ഥനയോടുകൂടി അത് പൂർത്തീകരിച്ച് പൊതുജന ഉപയോഗത്തിനായി വേർതിരിച്ച് നൽകുന്ന ഒരു ദിനമാണ് ഈ ദിനം. കാട്ടാക്കട സഭ എല്ലാ കാലഘട്ടങ്ങളിലും കാലത്തിന് മുമ്പേ സഞ്ചരിക്കുവാൻ താല്പര്യം കാട്ടിയിട്ടുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷയിൽ എല്ലാ മേഖലകളിലും സഭയുടേതായ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആതുര ശുശ്രൂഷ മേഖലയിലും സുവിശേഷ പ്രഘോഷണത്തിലും ആവശ്യഭാരങ്ങളുടെ മധ്യയായിരിക്കുന്നവരെ കരുതുന്നതിലും എല്ലാ കാലഘട്ടങ്ങളിലും മുന്നിൽ നിൽക്കുവാൻ വിശ്വാസ സമൂഹത്തിന് മാതൃക നൽകുന്ന സേവനങ്ങൾ നൽകുവാൻ ഈ സഭയെ ദൈവം സഹായിച്ചു. ഈ നാളുകളിലും ദൈവം അപ്രകാരം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ദാനമായി നൽകിയ ഹാളുകളിലൂടെ, ഓഡിറ്റോറിയത്തിലൂടെ അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ഓരോ ഘട്ടത്തിലും നാം നിർവഹിക്കുന്നത്. ഓരോ പ്രോഗ്രാം, അത് വിവാഹമായിക്കൊള്ളട്ടെ, റിസപ്ഷൻ ആയിക്കൊള്ളട്ടെ, മറ്റു പ്രോഗ്രാമുകളായിക്കൊള്ളട്ടെ, നമ്മുടെ ഹാളിൽ വെച്ച് ക്രമീകരിക്കുമ്പോഴും സഭയുടേതായ സാമ്പത്തികമായ സഹായം ഈ ഹാൾ ഉപയോഗിക്കുന്നവർ അനുഭവിക്കുകയാണ്. ഒരു പ്രോഗ്രാമിന് പരിസരങ്ങളിലുള്ള ഇതര ഓഡിറ്റോറിയങ്ങളായിക്കൊള്ളട്ടെ, മറ്റു ഹാളുകളായിക്കൊള്ളട്ടെ, ചാർജ് ചെയ്യുന്ന തുകയുടെ പകുതിയോ അതിൽ താഴെയോ മാത്രമാണ് പൊതുജനത്തിന് ഉപയോഗത്തിനായി നൽകുമ്പോൾ നാം ചാർജ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തുമ്പോഴും 20,000-ഓ 30,000-ഓ 40,000-ഓ നാം സംഭാവനയായി നൽകുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. 50,000 അല്ലെങ്കിൽ 60,000 രൂപ കൊടുത്ത് പരിസരത്തുള്ള ഒരു ഹാൾ എടുത്ത് നടത്തുന്ന പ്രോഗ്രാം ഇവിടെ ഹാൾ ഉള്ളത് കൊണ്ടാണ് 15,000-നും 20,000-നും ഒക്കെ ക്രമീകരിക്കുവാൻ കാട്ടാക്കടയുടെ പരിസരത്ത് താമസിക്കുന്ന എല്ലാ സമൂഹത്തിലെ അംഗങ്ങൾക്കും സഹായകരമായി തീരുന്നത്. എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഈ സഭയുടെ പ്രാർത്ഥനയും ഈ സഭയുടെ നിർലോഭമായ സഹകരണവും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച, സ്വപ്നം കാണുന്ന വലിയൊരു പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സാർ സൂചിപ്പിച്ചപ്പോൾ നാം മനസ്സിലാക്കുകയുണ്ട്, ഈ സഭയുടെ കരുതൽ, ദൈവം നൽകിയ നന്മകളെ, വിഭവങ്ങളെ വെല്ലുവിളികളുടെ മധ്യത്തിലും പങ്കിടുവാനുള്ള താല്പര്യം, അതൊക്കെയാണ് ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നാം നൽകുന്ന സംഭാവനയും പ്രാർത്ഥന സഹായവും അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലെ സപ്പോർട്ടും നാളുകളിൽ കാട്ടാക്കടയുടെ ദേശത്ത് വലിയൊരു സംഭാവന നൽകുന്ന ഒരു സംരംഭത്തിന്റെ അടിസ്ഥാനമായി മാറുകയാണ്. ഈ ദേശത്തിലെ അനേകം കുടുംബങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളിൽ കൈത്താങ്ങായി മാറുന്ന, മറ്റ് സ്ഥലങ്ങളിൽ ആശ്രയിക്കുമ്പോൾ അവർ ചെലവിടേണ്ട തുകയുടെ 1/4 നൽകി ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരിടമായി മാറുമ്പോൾ യഥാർത്ഥമായി നാം നമ്മുടെ കരങ്ങളിൽ നിന്ന് അവരെ സഹായിക്കുന്നത്, സാമ്പത്തികമായി സഹായിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടർന്നും സജീവമായി നാം നിലനിൽക്കുക, നമ്മുടെ വിഭവങ്ങളെ പരിമിതികളുടെ മധ്യേയും ഇതിനായി ചെലവിടുക. അതിലൂടെ നാളുകളിൽ നമ്മുടെ സഭയിലെ കുടുംബങ്ങൾക്കും ഈ ദേശത്തിന് അനുഗ്രഹീതമായ ഒരു സ്ഥലമായി, അവരുടെ ജീവിതാവശ്യങ്ങളിൽ അവർക്ക് സഹായ കേന്ദ്രമായി ഈ ഓഡിറ്റോറിയം വളരേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ വളരുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടും. ഇതുവരെയും ഇതിന്റെ ഭാഗമായി സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി, സ്നേഹമുള്ള സാർ സൂചിപ്പിച്ചു. തുടർന്നും ഇതേ താല്പര്യത്തോടുകൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അധ്വാനിക്കാം. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ചിന്തയ്ക്കായി ദക്ഷിണേന്ത്യ സഭയായി നൽകിയിരിക്കുന്ന വിഷയം സമകാലീന ലോകത്തിൽ യുവത്വത്തിന്റെ ആത്മീയത എന്ന വിഷയമാണ്. സമകാലീന ലോകത്തിൽ യുവത്വത്തിന്റെ ആത്മീയത. യുവത്വം എന്ന വാക്ക് തന്നെ ഡിഫൈൻ ചെയ്യുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഏത് കാലഘട്ടത്തെയാണ് യുവത്വമെന്ന് ഡിഫൈൻ ചെയ്യുവാൻ കഴിയുന്നത്? അല്ലെങ്കിൽ യൗവന കാലഘട്ടം അല്ലെങ്കിൽ യൗവനക്കാരൻ എന്ന് പറയുവാൻ കഴിയുന്നത് ഏത് പ്രായപരിധിയിലുള്ളവരെയാണ്?
അപ്പോൾ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ പ്രായത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കത് നിർവചിക്കുവാൻ കഴിയുമോ, അതോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന വിവിധങ്ങളായ നന്മകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിന് പരിശ്രമിക്കണമോ എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 55 വയസ്സുള്ള ആളിനും യൗവനക്കാരന്റെ ഊർജ്ജസ്വലത നിലനിർത്തുവാൻ കഴിയുന്ന പരിസരങ്ങളിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം യുവത്വം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ആകമാനം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു വിഷയമായി നമുക്ക് ഉൾക്കൊള്ളുവാനായി കഴിയും. അപ്പൊ അതോടൊപ്പം തന്നെ യൗവനക്കാരിലേക്ക് പ്രത്യേകിച്ച് സമകാലീന പശ്ചാത്തലത്തിൽ നാം നോക്കുമ്പോൾ ഈ വിഷയം ചില പ്രത്യേക സൂചനകൾ നൽകുന്നതായും ഇന്നത്തെ വേദഭാഗങ്ങൾ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. നമ്മുടെ സഭയുടെ എത്ര ശതമാനം യുവജനങ്ങളാണ് സജീവമായി എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമാകുന്നത്? നമ്മൾ വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. സജീവമായി എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ആരാധനകളുടെ ഭാഗമായി പൊതു ആരാധനകൾ, സൺഡേ സ്കൂൾ ക്ലാസുകൾ, യുവജന സഖ്യ ആരാധനകൾ, അതുപോലെ തന്നെ മറ്റ് കൂട്ടായ്മകൾ, നമ്മുടെ ഇതരങ്ങളായ കൂട്ടായ്മകൾ, സജീവ പങ്കാളിത്തം നൽകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഒരിക്കലും ഒരു ആത്മീയതയുടെ അളവുകോലായിട്ട് അതിനെ ഞാൻ കണക്കാക്കുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ അവർ ദൈവാഭിമുഖ്യത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരുവാനായി പരിശ്രമിക്കുന്നുണ്ടാകാം. എങ്കിലും തിരുവചന അടിസ്ഥാനത്തിലും നമ്മുടെ സഭയുടെ ഇന്നയോളമുള്ള പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവാലയത്തിലെ കൂട്ടായ്മകൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിലെ സജീവത ഇല്ലാതെ ആത്മീയമായി വളരുക എന്നത് ദുഷ്കരമായി മാറുന്നുവെന്ന് മനസ്സിലാക്കുവാനായി കഴിയും. അവിടെ ഇന്നത്തെ സഭ വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. കോവിഡിൻ്റെതായ പരിമിതികൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതിന് മുൻപുള്ള സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ, വസ്തുതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു വിഷയത്തെ വളരെ ആഴത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ ദാനമായി നൽകുന്ന മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ വളർച്ചയിൽ ആത്മീയരായി വളരുവാൻ, ആത്മീയ അനുഭവത്തിൽ നിലനിൽക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പരിശീലനം നൽകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം മറ്റെല്ലാ മേഖലകളിലും കെയർ നൽകുന്നവരാണ്. അത് ശൈശവ കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, ബാല്യകൗമാര കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, യൗവന കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, മാതാപിതാക്കളും സമൂഹവും പലതരത്തിൽ കെയർ നൽകാറുണ്ട്. അതുപോലെ താല്പര്യമെടുത്ത് സഭയായി, കുടുംബങ്ങളായി ഈ ഒരു മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എങ്കിൽ നാളെയുടെ ഭാവി ചോദ്യചിഹ്നമായി നിൽക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായി കഴിയും. നമ്മുടെ പരീക്ഷ എഴുതിയ, സൺഡേ സ്കൂൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 2019 15-നും 25-നും ഇടയിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ യുവജന സഖ്യത്തിന് 50% ഹാജരുണ്ടാകുന്ന ആളുകളിൽ എണ്ണം എടുക്കുമ്പോൾ വളരെ കുറവാണ്. 150-200-ലധികം, നമ്മുടെ ക്രമാനുസരിച്ചാണെങ്കിൽ 300-ഓളം യൗവനക്കാരുള്ള ഒരു വലിയ സഭയുടെ ഭാഗമായി നാം നിൽക്കുമ്പോൾ യുവജന സഖ്യ ആരാധനയിൽ 50% ഹാജരുള്ളവർ 20-25 ശുഷ്കിക്കുക എന്ന് പറയുന്നത് ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. ആ സൂചനകളെ, കാലത്തിന്റെ സൂചനകളെ ഉൾക്കൊള്ളുന്നിടത്താണ് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം ലഭ്യമാകുന്നത്. നമ്മുടെ സമൂഹത്തെ, തലമുറയെ ദൈവാഭിമുഖ്യമുള്ളവരായി നിലനിർത്തുവാൻ നാം ശ്രമിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് വായിച്ച വേദഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെയാണ് നാം കാണുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഈ ലോകത്തിലെ ഏറ്റവും വിലയുള്ള
പ്രാധാന്യമുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരുപക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഏറ്റവും മൂല്യമുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും ഉന്നതനായ ഗുരുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ചോദിക്കുന്നത്. ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, നിത്യജീവന് ഓഹരിക്കാരനാകുവാൻ ഞാൻ എന്ത് ചെയ്യണം? ആ പാസേജ് അവസാനിക്കുമ്പോൾ ആ യുവാവ് കടന്നു വന്ന എന്തൂസിയാസം ഒക്കെ ഉപേക്ഷിച്ച് ദുഃഖിച്ച് മടങ്ങിപ്പോകുന്നുവെന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 വാക്യങ്ങൾ 7 വാക്യങ്ങൾക്കിപ്പുറം ഒരു മനുഷ്യന്റെ എല്ലാ ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ നിരാശനായി മടങ്ങുന്നുവെന്നാണ് കാണുന്നത്. മറ്റ് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഇതേ ഭാഗം എഴുതിയിട്ടുള്ള മർക്കോസിലും ലൂക്കോസിലും വായിക്കുമ്പോൾ യേശുവും ദുഃഖിക്കുന്നു, യേശു അവനെ സ്നേഹിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ. അപ്പോൾ യേശു സ്നേഹിച്ചിട്ടും ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം ഉയർത്തിയിട്ടും ഈ മനുഷ്യൻ നിരാശനായി കടന്നു പോവുകയാണ്. എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകതകൾ? നമ്മുടെ യൗവനക്കാരുടെ ജീവിതത്തിൽ ഈ മനുഷ്യനെ പഠിക്കുന്നത്, അറിയുന്നത് വളരെയധികം അനുകൂലമായ നല്ല ആലോചനകൾ നൽകും. ഈ മനുഷ്യന്റെ മേന്മകൾ എന്ന് പറയുമ്പോൾ, ഒന്നാമതായി തൻ്റെ ജീവിതത്തിലെ അപൂർണതയെക്കുറിച്ച്, അപൂർണമായ അനുഭവത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ആ വേദഭാഗം പഠിക്കുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. യൗവനക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവനാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദൈവാലയത്തിലെ എല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ നടത്തുക എന്ന് പറഞ്ഞിട്ട് പ്രയാസമുള്ള കാര്യമാണ്. ഒരു സാധാരണക്കാരന് അപ്രാപ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളായിരുന്നു പിന്തുടരേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യന് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ചോദ്യം ചോദിച്ചത്? അപ്പൊ അവന്റെ ജീവിതം, അവൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് അവസാനിക്കുന്നില്ല, അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല എന്ന ചിന്ത ആ മനസ്സിലുണ്ടായി കാണണം. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. ആ ഒരു നല്ല കാര്യത്തെ നാം അംഗീകരിച്ചേ മതിയാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന, നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കാര്യങ്ങൾക്ക് നമ്മെ പൂർണ്ണതയിലേക്ക് ചേർക്കുവാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ടായിരുന്നു. ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ യുവതി യുവാക്കൾക്കുണ്ടാകേണ്ടുന്ന തിരിച്ചറിവ് ഇത് തന്നെയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണും നമുക്ക് ലഭ്യമാകുന്ന ബൈക്കുകളും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ബന്ധങ്ങളും ഒക്കെ എല്ലാത്തിൻ്റെയും പൂർണ്ണതയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമായി പ്രതീക്ഷകൾക്ക് വിഭിന്നമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ജീവിതത്തോട് വിട പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ ലഹരിക്കടിമകളാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ, അവന്റെ ജീവിതത്തിൽ പൂർണ്ണതയില്ല, അവന്റെ ജീവിതത്തിൽ ചില മേഖലകളിലെങ്കിലും ശൂന്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശൂന്യതകളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ നമ്മെ സഹായിക്കുന്നത്, ആത്മീയതയുടെ അടിസ്ഥാന പടവായി മാറുന്നത്. വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ ഏതെല്ലാം മേഖലകളാണ് എന്ന് തിരിച്ചറിയുവാനായി നമുക്ക് പരിശ്രമിക്കാം. പൂരിപ്പിക്കേണ്ടുന്ന ബ്ലാങ്കുകൾ ഏതൊക്കെയാണെന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കരുത്തനാക്കി മാറ്റുന്നത്. നമുക്കെല്ലാവർക്കും പൂരിപ്പിക്കേണ്ടുന്ന ധാരാളം ബ്ലാങ്കുകളുണ്ട്. അത് പൂരിപ്പിക്കുവാൻ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലൂടെ ലഭ്യമാകുന്ന അനുഭവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ തിരിച്ചറിവിൽ യഥാർത്ഥമായി ദൈവാന്വേഷണത്തിന്റെ ഭാഗമായി നാം മാറുമ്പോൾ തീർച്ചയായും അത് നന്മയായി മാറും. രണ്ടാമത്തെ ഗുണമായി ഈ മനുഷ്യനിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്, അവൻ ശരിയായ പാതയിലായിരുന്നു മുന്നോട്ട് പോകുന്നത്. അവന് ധാരാളം സാധ്യതകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച തത്വചിന്തകന്മാരുടെ അവൈലബിലിറ്റി അവനുണ്ടായിരുന്നു. അരിസ്റ്റോട്ടലിനെ പോലെ, പ്ലാറ്റോയെ പോലെ
ഉള്ള ധാരാളം തത്വചിന്തകന്മാർ അവരുടെ അറിവ് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി വളർച്ചയ്ക്കായി സംഭാവന ചെയ്ത മണ്ണിലാണ് ഈ മനുഷ്യനുമായിരിക്കുന്നത്. അപ്പൊ അവരുടെ അറിവ്, അവരിലൂടെ സമൂഹത്തിന് ലഭ്യമായ ആലോചനകൾ, അതൊക്കെ ഒരു വശത്ത്. മറുവശത്ത് റോമൻ സാമ്രാജ്യത്വം നൽകുന്ന സുരക്ഷിതത്വം, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായി നിലനിന്ന, സൈനിക ശക്തിയായി നിലനിന്ന ആ സാമ്രാജ്യം ഒരുക്കുന്ന സുരക്ഷിതത്വം. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ആവേശം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള രാജ്യങ്ങളിൽ ഒരു പെർമനന്റ് സിറ്റിസൺഷിപ്പ് എന്നൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, അപ്പോൾ ജീവിതം സുരക്ഷിതമാകുന്നു എന്ന് ആഗ്രഹിക്കുന്നത് പോലെ, അന്ന് ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷിതത്വം, രാഷ്ട്രം നൽകുന്ന സുരക്ഷിതത്വം അനുഭവിച്ചൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ അവന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാൻ അവന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം അവന്റെ ചോദ്യവുമായി കടന്നു പോകുവാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ അവൻ കടന്നു വന്നത് സാധാരണക്കാരന്റെ ശബ്ദമായി മാറുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്കാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവൻ കടന്നു വരുന്നതായി കാണുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് സാധ്യതകളുടെ വാതായനങ്ങൾ എല്ലാ മേഖലകളിലും കാണുവാനായി കഴിയും. ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ പഠനത്തിന്റെ ഭാഗമാകുവാൻ നമുക്കിന്ന് അവസരമുണ്ട്. കാരണം ഓൺലൈനായും ഓഫ്ലൈനായിട്ടൊക്കെ ധാരാളം കോഴ്സുകളുടെ ഭാഗമായി മാറുന്നു. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ 50-60 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികൾ, അന്നത്തെ ചെറുപ്പക്കാർ സ്വപ്നം കാണുവാൻ പോലും ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ ജീവിത അനുഭവങ്ങളാക്കി മാറ്റുന്നതിന് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഈ ചെറുപ്പക്കാരന്റെ രണ്ടാമത്തെ നല്ല മാതൃകയെ നമുക്ക് കാണുവാനായി കഴിയുന്നത് യേശുവിന്റെ അടുക്കിലേക്ക് അവന്റെ സംശയവുമായി കടന്നു വന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതങ്ങളെ പൂരിപ്പിക്കുവാൻ ശക്തനായവന്റെ അടുക്കലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്, സംശയങ്ങളുമായി കടന്നു വരുമ്പോഴാണ്, ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോഴാണ് ആത്മീയ ജീവിതത്തിലെ അടുത്ത പടവിലേക്ക് നാം വളരുന്നത്, ഉയരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിത്യജീവന്റെ മാർഗത്തെക്കുറിച്ച് അവൻ ചോദിക്കുമ്പോൾ യേശു അവന് മറുപടി നൽകുന്നതായിട്ടാണ് കാണുന്നത്. യേശു നൽകുന്ന മറുപടിയും വളരെ ശ്രദ്ധേയമാണ്. അവന്റെ ആത്മീയ ജീവിതത്തെ, ഈ വേദഭാഗം നമ്മെ തന്നെ വെല്ലുവിളിക്കുന്ന വേദഭാഗമാണ്. യേശുക്രിസ്തു നൽകുന്ന മറുപടി. അവൻ പറയുകയാണ്, ഞാൻ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നീ കൽപ്പനകൾ പ്രമാണിക്കുക. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഏത് എന്ന് ചോദിക്കുമ്പോൾ യേശു തിരിച്ചു പറയുന്ന വാക്യമുണ്ട്. അതിൻ്റെ 18-19 വാക്യങ്ങൾ. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരൻ തന്നെ പോലെ എന്നെ സ്നേഹിക്കുക. നമ്മൾ ഓർക്കണമേ, 10 കൽപ്പനകൾ യഹൂദന്റെ അടിസ്ഥാന പ്രമാണമാണ്. അടിസ്ഥാന പ്രമാണത്തിന് സഹായകരമായി ആദ്യത്തെ 5 പുസ്തകങ്ങൾ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും കൽപ്പനകളുമായി നൽകിയിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഏത് കൽപ്പനയാണ് പ്രമാണിക്കേണ്ടത്? യേശുക്രിസ്തു നൽകുന്ന മറുപടിയിൽ ആദ്യത്തെ 4 ഉപേക്ഷിക്കുകയാണ്. തുറന്നുള്ള കാര്യങ്ങളാണ് അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യത്തേതാണ് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ പോലെ മറ്റൊന്ന് ഉണ്ടാകരുത്, 6 ദിവസത്തെ അധ്വാനിക്കണം, ശബത്തിനെ വിശുദ്ധീകരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. യേശു മറുപടി പറയുമ്പോൾ ആ കാര്യങ്ങളെ മാറ്റിയിട്ട് അടുത്തുള്ള കാര്യങ്ങളാണ് അവന് മറുപടിയായി നൽകുന്നത്. കാരണം അവൻ കടന്നു വന്നത് ആദ്യത്തെ കാര്യങ്ങളിൽ സംതൃപ്തനായിട്ടാണ്. ആദ്യത്തെ കാര്യങ്ങൾ നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. അതൊരു സ്യൂഡോ സുരക്ഷിതത്വമാണ്. കാരണം ദൈവാലയത്തിൽ പോകുന്നുണ്ട്, യെരൂശലേം ദേവാലയം അല്ലെങ്കിൽ സിനഗോഗുകളിലെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നു, മുറ പോലെ ചെയ്യുന്നു, യാന്ത്രികമായി ചെയ്യുന്നു. അവൻ കൃത്യസമയത്ത് ആരാധനയ്ക്ക് പോകും, തിരികെ വരും, അവന്റെ ദശാംശം നൽകും, അവൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും. അപ്പൊ യാന്ത്രികമായി ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന, യഹൂദ മതത്തിലെ ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പൊ അവിടെയാണ് യേശുക്രിസ്തു അവനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവന്റെ മറുപടി നൽകുന്നത്. അവൻ ദൈവവുമായുള്ള ബന്ധത്തിൽ ചെയ്ത കാര്യങ്ങളെക്കാൾ ഉപരി അവനോട് മറുപടി പറയുകയാണ്, നീ ചെയ്യേണ്ടുന്നത് സഹോദരനുമായി, അയൽക്കാരനുമായി, മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണത വരുത്തുവാനായി പരിശ്രമിക്കണം.
അപ്പൊ യേശുവിന്റെ മറുപടി അങ്ങനെയാണ് മനുഷ്യനെ ചലഞ്ച് ചെയ്യുന്നത്. അവൻ ചിന്തിച്ചത്, നീ പോയി യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിന് 3 പ്രാവശ്യം ക്രമമായി പങ്കെടുക്കുക, ഇതൊക്കെ പറയുമായിരിക്കും എന്നാണ്. എന്നാൽ യേശു ക്രിസ്തു തിരികെ അവനെ മറ്റൊരു തലത്തിലേക്ക് കൽപ്പനകളെ നോക്കിക്കാണുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുകയാണ്. അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പ്രമാണിക്കുന്നുണ്ട്. അവിടെയാണ് ഈ മനുഷ്യനിലെ തിന്മയെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഈ വ്യക്തിയിലെ നന്മകളാണ്, അത് നമ്മൾ പിന്തുടരേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ മനുഷ്യനിലെ തിന്മയെ നമുക്ക് കാണുവാനായി കഴിയും, അല്ലെങ്കിൽ അവന്റെ ആത്മീയതയിലെ പരാജയത്തിന്റെ കാരണത്തെ നമുക്ക് കണ്ടെത്തുവാനായി കഴിയും. നാം ഇന്ന് വായിച്ച ലേഖന വേദഭാഗം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിലായി ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടുന്നതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടത്. അപ്പൊ 2 നീതിയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടുന്നതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, മറിച്ച് എൻ്റെ ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ദൈവനീതി തന്നെ പിന്തുടരുന്നു. അപ്പൊ ന്യായപ്രമാണം നൽകുന്ന നീതിയും വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതിയും അത് 2 ആണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് പറയുന്നത്. ഈ കടന്നു വന്ന ചെറുപ്പക്കാരൻ 1-ാമത്തെ പക്ഷമാണ്. ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കൊച്ചുമക്കളോട് പറയില്ലേ, 1 മണിക്കൂർ പഠിക്കണമെന്ന് പറയുമ്പോൾ അവർ ബുക്ക് തുറന്നു വയ്ക്കുന്നു. അവർ ആ 1 മണിക്കൂർ തീരുന്നതിനിടയിൽ പല പ്രാവശ്യം ക്ലോക്കിൽ നോക്കുന്നു. ആ 1 മണിക്കൂർ ആകുമ്പോൾ പപ്പ, അമ്മ, ഞാനിതാ പപ്പ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് പറഞ്ഞ് 1 മണിക്കൂർ പൂർത്തീകരിച്ചു എന്ന് പറയും. അപ്പൊ അവിടെ പഠനം എന്നുള്ള കാര്യത്തിലുള്ള ആത്മാർത്ഥതയല്ല, മറിച്ച് ഒരു കൽപ്പന അതുപോലെ പ്രമാണിക്കുന്നു, പാലിക്കുന്നു. അതുകൊണ്ട് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാര്യം മനസ്സുകൊണ്ട് അവിടെ അല്ല അത്, പക്ഷെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആ നിയന്ത്രണത്തിന് ഞാൻ വിധേയനാകുന്നു. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകിയിരുന്ന എല്ലാ നിയമങ്ങളും അവൻ യാന്ത്രികമായി പിന്തുടർന്നു, മറിച്ച് അവനത് മാനസികമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം താല്പര്യം കാട്ടുന്നില്ല. പൗലോസ് പറയുന്നത് യാന്ത്രികമായി നിയമങ്ങളെ പിന്തുടരുന്നതിലല്ല, യാന്ത്രികമായി കൂട്ടായ്മകളുടെ ഭാഗമാകുന്നതിലല്ല, യാന്ത്രികമായി വിവിധങ്ങളായ ശുശ്രൂഷകളുടെ ഭാഗമാകുന്നതല്ല, മറിച്ച് നാം പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തിന്റെ കൃപയാൽ സന്തോഷത്തോടുകൂടി ഇപ്രകാരമുള്ള കാര്യങ്ങളുടെ ഭാഗമാകുന്നതാണ് അനുഗ്രഹപ്രദമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചെറുപ്പക്കാരനും എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയുമ്പോൾ യേശു അവനോട് പറയുകയാണ്, നിനക്ക് കുറവുണ്ട്. കാരണം നീ ചെയ്ത പ്രവൃത്തികളിൽ ദൈവീകത വെളിപ്പെടുന്നില്ല. നീ യാന്ത്രികമായി നിനക്ക് ഇന്ന റിവാർഡ് കിട്ടും, ഇന്ന കൽപ്പന പ്രമാണിച്ചാൽ ഇന്ന പ്രതിഫലം കിട്ടും, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, അങ്ങനെ ഒരു കണ്ടീഷണലായി നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ നൽകിയ നന്മകളോടുള്ള നിന്റെ നന്ദി പ്രകടനമല്ല നിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ വെളിപ്പെടുന്നത്, മറിച്ച് യാന്ത്രികമായി കണ്ടീഷണലായി നീ ചെയ്യുകയാണ് എന്ന് പറയുകയാണ്. അവനെ ചലഞ്ച് ചെയ്തുകൊണ്ടൊരു ചോദ്യം യേശു അവന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. നീ പോകുക, നീ ജീവിച്ച ഇടങ്ങളിലേക്ക് നീ പോകുക, നീ ആർജിച്ചതെല്ലാം നീ ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, അത് മറ്റുള്ളവർക്ക് നൽകുക. അവന്റെ അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കും എന്ന ഒരു കാര്യത്തോട് അവൻ അല്പം പോലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു നിത്യജീവന് അടിസ്ഥാനമായി പറയുന്ന പാഠം അതാണ്. നിന്റെ അധ്വാന ഫലം നീ മറ്റുള്ളവർക്കായി നൽകുവാൻ താല്പര്യം കാട്ടുമോ എന്നുള്ള ചോദ്യമാണ് ഈ ചെറുപ്പക്കാരനോട് യേശു ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് നീ തിരിച്ചു വരിക, എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുകയാണ്. അപ്പൊ അവിടെ പറയുന്നു, ദൈവരാജ്യത്തിന്റെ നിത്യജീവന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ഈ മനുഷ്യന്റെ 2-ാമത്തെ തിന്മ. യേശു പറഞ്ഞതാണ്, നിന്റെ അധ്വാന ഫലം നീ മറ്റുള്ളവർക്കായി നൽകുക. ഈ അടിസ്ഥാന പ്രമാണത്തെ ഉൾക്കൊള്ളുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ നിരാശനായി മടങ്ങുകയാണ്. യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ടും
സംതൃപ്തനാകാതെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് നാം ഈ വേദഭാഗത്തിൽ വായിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് സംതൃപ്തനല്ലാതെ ചെറുപ്പക്കാരൻ കടന്നുപോയി എങ്കിൽ തീർച്ചയായും അതൊരു വാണിംഗാണ്. യുവജനസഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ടോ, സഭയുടെ ആരാധനകളുടെ ഭാഗമായതുകൊണ്ടോ, മറ്റ് സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിച്ചതുകൊണ്ടോ നമുക്ക് നിത്യജീവന്റെ ഓഹരിക്കാരനാകുവാൻ കഴിയണമെന്നില്ല. അവിടെ ദൈവീക നീതി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതം ആത്മീയ വളർച്ചയുടെ പാതയിൽ നിലനിൽക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കൽ നിന്ന് തിരികെ വേദനിച്ച് വിഷമിച്ച് കടന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ ഈ സഭയിലൂടെ നമുക്കെല്ലാവർക്കും അവസരമുണ്ടായി. ശൈശവ നാളുകളിൽ ക്രൈസ്തവ പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് ഈ പാതയിൽ ഈ അനുഭവങ്ങളിൽ വളരുവാനുള്ള അവസരം നമുക്ക് ലഭ്യമായി. ഇന്ന് നമ്മുടെ രാജ്യത്തിൽ അനേകർക്ക് ഈ അവസരം ലഭ്യമായിട്ടില്ല. അങ്ങനെയുള്ളവരുടെ മധ്യേ ഏറ്റവും ശ്രേഷ്ഠകരമായ പദവി നൽകിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ യഥാർത്ഥമായി അന്വേഷിക്കുന്നവരായി മാറാം. നിത്യജീവന് വേണ്ടി യഥാർത്ഥമായി കൊതിക്കുന്നവരായി മാറാം. ക്രിസ്തു നൽകുന്ന ദർശനങ്ങളെ ഉൾക്കൊള്ളാം. ദൈവീക നീതിയിൽ അടിസ്ഥാനമാക്കിയ ഒരു ജീവിതക്രമം, ന്യായപ്രമാണത്തിന്റെ നീതിയല്ല, ദൈവീക നീതിയിൽ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ജീവിതക്രമം നമുക്ക് പിന്തുടരാം. അങ്ങനെ ക്രിസ്തുവിന്റെ സന്തോഷത്തിന്റെ ഭാഗമാകുവാൻ, ദൈവരാജ്യത്തിന്റെ വിരുന്നിന്റെ ഭാഗമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഒഴിവാക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അർത്ഥവത്തായ ആത്മീയ ജീവിതം നയിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളുടെ, സഭയുടെ ഭാവി അനുഗ്രഹപ്രദമായി തീരട്ടെ. ക്രിസ്തുവിന്റെ രണ്ടാം വരവോളം സാക്ഷ്യമുള്ള ശുശ്രൂഷ തുടരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 211 പാട്ടിന്റെ ഒന്നും അവസാനത്തെയും ചരണങ്ങൾ പാടി പ്രാർത്ഥനയുടെ ആശീർവാദത്തോടും കിടന്നില്ല. 211 ഒന്നും അവസാനത്തെയും ചരണം. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിത്യരാജ്യത്തിന് ഓഹരിയുള്ളവരായി തീരണമെന്ന് അവിടുന്ന് ഞങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞങ്ങളെ കുറവുകളെ പരിഹരിച്ച് ജീവിക്കുവാൻ ആത്മീയമായിരിക്കുന്ന കൃതാർത്ഥതയല്ല, അതിൽ ദാരിദ്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളെല്ലായ്പ്പോഴും അങ്ങോട്ട് ചേർന്ന് കൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറമായി തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാനും അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഇപ്പോഴും തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുമെന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു.
യേശുമശിഹ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്ത ഒരു ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവര് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ ഇടയിൽ ഉണ്ടായ നമ്മോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.